ഹലോ, ഇന്ന് ഞാൻ ആഗ്നസ് കിച്ചൺ മാജിക്കിലൂടെ പാരഡൈസ് ഡിസൈൻ എന്ന ഞങ്ങളുടെ പുതിയ ക്ലോത്തിങ് സ്റ്റോറിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പരിചയപ്പെടുത്താം. ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വഴിയൊക്കെ പറഞ്ഞുതരാം. ഇതിപ്പോൾ പില്ലോ കവറാണ്. ഇത് പില്ലോയും ബെഡ്ഷീറ്റും ഇതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്ഷീറ്റിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഡിസൈൻ വരുന്നത്. ഇത് ഓരോ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വരച്ച് ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്ന ഡിസൈൻസാണ്. അതുപോലെ അത് യൂണിക് ഡിസൈൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡിസൈൻ ഒരെണ്ണമേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ മറ്റു കളറിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 85 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് ഇറങ്ങാൻ ഒരല്പം താമസമുണ്ട്. ഒന്നാമത് നമ്മൾ പുതിയ പുതിയ ഡിസൈനുകളൊക്കെ ചെയ്ത് വരണം. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇത് പിന്നെ അത് ചുളുക്ക് കാണുന്നത്, അതുകൊണ്ട് അത് കാര്യമൊന്നുമില്ല. നമ്മളതിൻ്റെ അടിയിൽ സ്റ്റിഫ് വെച്ച് ചെയ്യുന്ന കാരണം അതങ്ങനെ ഇരിക്കുന്നത്. അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിഫ് അങ്ങ് പോകും. അപ്പോൾ ആ ചുളുക്കൊക്കെ അങ്ങ് പൊക്കോളും. ഇതിപ്പോൾ നമ്മൾ പല മെറ്റീരിയൽ, ഇതിപ്പോൾ ഒരു സെൽഫ് ഡോട്ടഡ് മെറ്റീരിയലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലത് ചെക്കാണ്, ചിലത് സെൽഫായിട്ടുള്ള പ്രിൻ്റ് ഉണ്ട്, സെൽഫായിട്ട് ഡോട്ട് ഉണ്ട്, ചില സെൽഫ് സ്ട്രൈപ്പ് ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സാറ്റിൻ ഫിനിഷിൽ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കളർ കോമ്പിനേഷനൊക്കെ കൊള്ളാവോ? ഇതൊക്കെ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലേബലും ടാഗും ഒക്കെ ചെയ്ത് നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് തന്നെയാണ് നമ്മളിതിനെ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അല്പം താമസം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, യുണീക്ക് ഡിസൈൻസ് ആവുമ്പോൾ അതൊന്ന് ചെയ്ത് ഇറക്കാനായിട്ട് ഒരല്പം താമസമുണ്ട്. ഇതിപ്പോൾ സോഫ്റ്റ് കോട്ടണിൽ സാറ്റിൻ ഫിനിഷ് വരുന്ന സെൽഫ് സ്ട്രൈപ്പ് ചെയ്ത മെറ്റീരിയലാണ്. അതിലാണ് ഇപ്പോൾ ഞാൻ ഈ മാംഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ മാംഗോ ഡിസൈൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാനിത് സാരിയിലും ചുരിദാറിലും എല്ലാം എടുത്ത് കീച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ പില്ലോ കവറിൽ 2 മാംഗോ ഡിസൈനും അതുപോലെ ബെഡ്ഷീറ്റിന് നടുക്ക് ഒരു 4 എണ്ണവും വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അമ്മയ്ക്കും മോൾക്കും ഒരേപോലെ ചെയ്യുന്നതാണ്. ഇതൊരു കിഡ്സിൻ്റെ ഫ്രോക്കാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മോൾക്കായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ 2 to 3 ഇയേഴ്സിൻ്റെയാണിത്. അതുപോലെ ഒരു ഫംഗ്ഷൻ ബേസ് ചെയ്ത് ഞാനും അവളും കൂടെ ഒരുപോലെ ഇട്ടതാണ് കേട്ടോ. ഇതിപ്പം അതിൻ്റെ യോക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ചെയ്യുമ്പോൾ അതിൽ ചുരിദാറിൻ്റെ ഇതുപോലെ 2 കൈയിലും ഇതിൻ്റെ നടുഭാഗത്തായിട്ടും അതുപോലെ തന്നെ ബാക്ക് വശത്തും ഇതേപോലെ മാംഗോ ഡിസൈൻ നമ്മൾ ആ ഒരു ഡിസൈനോട് ചേർച്ചയുള്ള രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഫംഗ്ഷൻ ബേസ്ഡ് വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വേണം, ഇന്ന കളറിൽ കുറച്ച് ഡ്രസ്സ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് തരും. അതല്ലെന്നുണ്ടെങ്കിൽ മെറ്റീരിയലാക്കി നിങ്ങൾക്ക് തരും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ താഴെ കാണുന്ന 8289874292 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. സാധനങ്ങളെല്ലാം കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. ഏത് ഭാഗത്തേക്കും എവിടേക്ക് വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇത് വേറൊരു ഉടുപ്പ് ഞാൻ 2 to 3 ഇയറിൻ്റെ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് മേൽഭാഗത്ത് മാത്രമായിട്ട് ഒരു എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് ഇതും അതുപോലെ തന്നെ ഫ്രണ്ടിലും 2 കൈയിലും അതുപോലെ തന്നെ അടിഭാഗത്തായിട്ടും ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഭാഗത്ത്. അതുപോലെ തന്നെ ബാക്ക് വശത്ത് ഇതേ ഡിസൈന് ചെറുതായിട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് തരുന്നതാണ്. ഇന്ന കളർ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് തരുന്നതാണ്. എന്തിനും ഏതിനും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് വാട്സപ്പ് മാത്രമേ ഉള്ളൂ, കോൾ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇത് സാരിയിൽ ചെയ്തെടുത്തൊരു ഡിസൈനാണ്. ഞാനിതിന് നെറ്റ്ഫിൽ എംബ്രോയ്ഡറി എന്നാണ് ഒരു പേരിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈനായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതും യൂണിക് ഡിസൈൻ ആയിട്ടാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും പറയുവാണ് വേറൊരു കളർ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു കളർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഫോട്ടോ കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. ചിലതൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയ കേസുകളുണ്ട്. പിന്നെ ന്യൂ ബോൺ ബേബീസിൻ്റെ സെറ്റ് നമ്മളും ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാം ഈ എംബ്രോയ്ഡറി ബേസ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബെഡ്ഷീറ്റ്, സാരി, ചുരിദാർ ടോപ്പ് മെറ്റീരിയൽ, കിഡ്സിൻ്റെ ഫ്രോക്ക്, അതുപോലെ ടേബിൾ ക്ലോത്ത്, ടേബിൾ റണ്ണർ, കുഷ്യൻ ബാക്ക്, അതായത് ചെയർ ബാക്ക്, അങ്ങനെയുള്ള അതുപോലെ കർട്ടൻ, ഇതൊക്കെ വരുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വരെ ഒരല്പം താമസമുണ്ട്. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകളെല്ലാം നമ്മുടെ ഈ പാരഡൈസ് ഡിസൈൻസ് എന്ന് പറഞ്ഞ ക്ലോത്തിങ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു കോട്ടൺ സാരിയാണ്. അതിൽ ഞാൻ മാംഗോ ഡിസൈൻ ചെയ്തെടുത്താണ് കേട്ടോ. ഈ മാംഗോ ഡിസൈനിൽ എനിക്ക് പ്രത്യേകം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു സാരിയിലും കൂടെ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇത് 5.5 മീറ്ററിലെ ബോർഡറായിട്ട് ഈ മാംഗോ ഡിസൈൻ വരുന്നുണ്ട്. ഈ 3 വെച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാരി ഒറ്റ ലെയറായിട്ട് കൊടുക്കുമ്പോൾ ചെസ്റ്റ് ഭാഗത്തായിട്ട് ഈ ഒരു വലിയ മാംഗോ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഞൊറിഞ്ഞു കൊടുക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബോർഡറായിട്ട് 5.5 മീറ്ററിലും
ഈ മാംഗോ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു പാരഡൈസ് ഡിസൈൻസിനെ കുറിച്ച് ഈ ആഗ്നസ് കിച്ചൺ മാജിക്കിലൂടെ കുറച്ച് ഫോട്ടോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിരുന്നുള്ളൂ. ഒന്നും കാര്യമായിട്ടൊന്നും ആർക്കും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അത് എല്ലാവർക്കും ഒത്തിരി സഹായമായിരിക്കും, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ സാരിയെക്കുറിച്ച് പറയാമെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ സാരിയൊക്കെ എൻ്റെ ഈ 2 മാത്രമേ ഇരിപ്പുള്ളൂ, ബാക്കിയൊക്കെ ചെയ്ത് വരണം. ഇതാണൊരു ചെയർ ബാക്ക് വരുന്നത്. ഇത് ചുറ്റും സ്കാലപ്പ് ചെയ്തും വരുന്നുണ്ട്, സ്കാലപ്പ് ചെയ്യാതെയും വരുന്നുണ്ട്, ലേസ് വെച്ചും വരുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയൊരു എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഒരു ചെയർ ബാക്കാണ്. ഇതിപ്പോൾ ടേബിൾ റണ്ണർ, നടുക്ക് ഉള്ള ഒരു റണ്ണറും പിന്നെ വന്നിട്ട് നമുക്ക് പ്ലേറ്റ് വെക്കാനുള്ള ഒരു 8 പീസും അതുപോലെ തന്നെ മഗ് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് വെക്കാനൊക്കെ ആയിട്ട് ഒരു 8 പീസ്, അങ്ങനെ മൊത്തം 17 പീസാണ് ഈ ടേബിൾ റണ്ണറിൻ്റെ സെറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം 4 വേണ്ടവർക്ക് 4 ചെയ്തു തരും, 6 വേണ്ടവർക്ക് 6 ചെയ്തു തരും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ടേബിൾ റണ്ണറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ലാസ്റ്റായിട്ട് ഇതിന് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പാരഡൈസ് ഡിസൈൻസ് ഉണ്ട്, അതിന് ഞാൻ ലിങ്ക് ഇതിൻ്റെ നിങ്ങൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോയ്ക്ക് ശേഷം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഈ പില്ലോയും ബെഡ്ഷീറ്റുമൊക്കെ വിരിച്ചിട്ടിരിക്കുന്ന ഫോട്ടോസും കൂടെ ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയ സംരംഭം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഈ എംബ്രോയ്ഡറിയോട് ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവുമല്ലോ, അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്നിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് മറിച്ച് വെക്കാം, എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ആരുടെയെങ്കിലും ഷോപ്പിലേക്ക് ഈ എംബ്രോയ്ഡറി ചെയ്ത സാധനങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വാട്സപ്പിൽ എന്നെ അറിയിക്കുക, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും പുതിയ പ്രൊഡക്റ്റ്സ് ഇറക്കുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ബെഡ്ഷീറ്റൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർ അത് നേരത്തെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ ബോക്സിൽ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഹൗസ് വാമിങ്ങിനോ കല്യാണത്തിനോ അങ്ങനെ ഏതിനും ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിന് നമ്മളിത് തയ്യാറാക്കി തരുന്നതായിരിക്കും. ആ കാര്യം ഞാനൊന്ന് പറയാൻ വിട്ടുപോയായിരുന്നേ, അതുകൊണ്ടാണ്. ഓക്കേ.